ഒരു ഹദീസ് ഫുഖദ ഫീ അതിലെത്തിക്കപ്പെട്ടില്ല. അശ്ശറാത്തുൽ മുഅ്തബറത്തു ഫി സഹീഹ്, സഹീഹിൽ മുഅ്തബറാത്തായ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തിസാല്, അദാലത്ത്, ളബ്ത്ത്, ഖുലുവുൻ അലൽ ഇല്ലത്തി വശുദൂദ്, ഇതൊക്കെ ഇതൊന്നും എത്തിക്കപ്പെടാത്ത ഒരു ഹദീസാണെങ്കിൽ എത്തിക്കപ്പെടായ്മ, തീരെ എത്തിക്കപ്പെടായ്മയുണ്ട്, അല്ലെങ്കിൽ കുറച്ചെത്തിക്കപ്പെടായ്മയുണ്ട്. എങ്ങനെയായാലും എത്തിക്കപ്പെട്ടില്ല എങ്കിൽ കുല്ലന്നോ ബഅദൻ ഫഹുവ അദ്ദഈഫ്, അതിന് ദഈഫ് എന്നാണ് പറയുക. എന്താ وهذا التعريف الذي ذكره المصنف رحمه الله موافق تقريبا لما ذكره ابن الصلاح رحمه الله حيث قال في المقدمة كل حديث لم يجتمع في صفات الحديث الصحيح لا صفات الحسن. അതുകൊണ്ടാണ് കൂട്ടി കൊടുത്തോണ്ട് എന്താ المذكورات بما تقدم وهذه ضعيف. ولكن تعريف دقيق الذي رحمه الله أخصر من هذا حيث قال الضعيف ما نقص عن درجة الحسن النور. എന്താ ഹസനിന്റെ താഴെയുള്ളതൊക്കെ ലൈഫാണ്. ഇനി ആ ലൈഫ് തന്നെ പല കോലത്തിലുണ്ട്. എഞ്ചബറു ആകുന്ന കോലമുണ്ട്, മാല എഞ്ചബറു ആകുന്ന കോലമുണ്ട്. മനസ്സിലായില്ല? വല്ലൈഫു ഇൻ തഅദ്ദദ തുർഖുഹു, അതന്നെ പറയാൻ വന്നത്. ഒരു ലൈഫ് തന്നെ അതിന്റെ തുറുക്ക് ഒരുപാടായി. മനസ്സിലായോ? വഞ്ചബറു ലൈഫുഹു, അങ്ങനെ ഹദീസ് ലൈഫാവുക. ഹദീസ് ലൈഫാവുക റാവികളുടെ ഭാഗത്തിൽ നിന്നും വരുന്ന ഇത് ചെറുതൊക്കെയാണ്. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തുവാ, ചിലപ്പോ അങ്ങോട്ട് പോയപ്പോ റാവി ഇങ്ങനെ കപ്പലിൽ കുറിച്ചാണ് അതേ കാണത്തുള്ളൂ. അല്ല, ഹദീസ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസല്ല, അതിന് ലൈഫാവും. ഹദീസ് ലൈഫാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റിപ്പോർട്ട് ചെയ്തവരിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു താമസത്തില്ലായ്മയോ ഒരു ഖലല് സംഭവിക്കുകയോ അല്ല. ഹദീസ് ഹദീസ് തന്നെയാണ്, പക്ഷെ ഹദീസ് നമ്മൾ തെളിവിനെടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള വിഷയം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വല്ലഈഫ് ഇൻ തഅദ്ദദ തുർഖുഹു, ളുഅഫിന്റെ തുറുക്ക് എന്തായി, ആ ഹദീസിന്റെ തുറുക്ക് എണ്ണമുടേതായി. വഞ്ചബറ ളുഅഫുഹു, അതിന്റെ ളുഅഫ് പരിഹരിക്കുന്നതുമായി. മനസ്സിലായില്ലേ? പരിഹാരമുടേതുമായി. എന്നാ ഇസമ്മ ആ ഹദീസിന് പറയപ്പെടും ഹസനൻ ലിഗൈരിഹി എന്ന് പറയും. ഹസനൻ ലിദാത്തിഹി, ഹസനൻ ലിഗൈരിഹി. തിരിഞ്ഞോ? സഹീഹുൻ ലിദാത്തിഹി, സഹീഹുൻ ലിഗൈരിഹി. ഇനി ചിലപ്പോൾ സഹീഹുൻ ഹസൻ എന്നൊക്കെ പറയും ചില കിതാബിൽ. അവിടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വല്ലാഹിറു കലാമിഹിം അന്നഹു യജൂസു അൻ യകൂന ജമീഉ സിഫാത്തിൽ മദ്കൂറത്തി ഫി സഹീഹി. ഇനി ഇങ്ങനെയും പറയാം, വല്ലാഹിറുൻ, ലാഹിറാണ്. വല്ലാഹിറു കലാമിഹിം, മുഹദ്ദിഥീങ്ങളുടെ കലാമിൽ നിന്നും വെളിവായത് അന്നഹു, തീർച്ചയായും കാര്യം, യജൂസു ജായിസാകും, അൻ യകൂന ജമീഉ സിഫാത്തി അൽ മദ്കൂറത്തി ഫി സഹീഹി, സഹീഹിൽ പറയപ്പെട്ട എല്ലാ സിഫാത്തുകളും ആകാം, നാഖിസൻ ചുരുങ്ങിയതാകാം, എവിടെ ഫിൽ ഹസനി, അങ്ങനെ പറയാം. ലാക്കിൻ എങ്കിലും തഹഖീഖ് ഉള്ളത് അന്ന നുഖ്സാൻ അല്ലദി ഉതുബിറ ഫിൽ ഹസൻ, അല്ല ഹസനിൽ പരിഗണിക്കപ്പെടുന്ന ആ ന്യൂനത ഇന്നമാ ഹുവ, ആ ന്യൂനത ബിഖിഫത്തി ളബ്തിയാണ്, ബാക്കി സിഫാത്തി ബിഹാലിഹ, ബാക്കിയുള്ള സിഫത്തുകളൊക്കെ അതേപോലെ തന്നെ വേണം. അവിടെ ഖുസൂർ വരാൻ പാടില്ല. ളബ്ത്തിന്റെ വിഷയത്തിൽ മാത്രമേ എന്താകാൻ പാടുള്ളൂ, ഖഫീഫാകാൻ വരാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അദാലത്തായാലും മുറുവത്തായാലും, മനസ്സിലായില്ല, ബിഹാലിഹ. വൽ അദാലത്തു, ഇനി അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, വൽ അദാലത്തു എന്താണ് അദാലത്ത്? ലുഗത്തിൽ അദാലത്ത് നീതി, അനീതിയുടെ എതിര്, അക്രമത്തിന്റെ എതിര്. മനസ്സിലായില്ലേ? അക്രമം, നീതി, അനീതി. വൽ അദാലത്തു ളിദ്ദുൽ ജൗർ, അല്ല ആ ലുഗത്തിൽ നമ്മൾ സാങ്കേതിക അർത്ഥം പറഞ്ഞുതരാം. വൽ അദാലത്തു ഇസ്തിലാഹിൽ മലക്കത്തുൻ, മലക്ക കൈഫിയത്തുൽ റാസിഖത്തു ബിൻ നഫ്സി നമ്മൾ കണ്ടുപിടിച്ചോണ്ട്, നഫ്സിൽ രൂഢമൂലമായ ഒരവസ്ഥ, അതിനാണ് എന്താ പറയാ, മലക്ക എന്ന് പറയാം. ഏതാ കൈഫിയത്ത് മലക്കത്തുൻ, എവിടെ, ഫി ശഖ്സി,
ഒരു വ്യക്തിയിൽ ഉള്ള ഏതാ തഹ്മിലുഹു ആ മലക്ക ആ വ്യക്തിയെ പ്രേരിപ്പിക്കും എന്തിന്റെ മേൽ അല മുലാസമത്തി തഖ്വ തഖ്വയെ ലാസിമാക്കണം എന്നതിന്റെ മേലും വൽ മുറൂഅത്തി പൗരുഷം എന്താ മുറുവത്തിനെയും മറുഅർറജുലു മുറൂഅത്ത് അയിൽ ഇൻസാനിയത്ത് മനുഷ്യത്വം എന്ന് മനുഷ്യത്വത്തിനെയും തഖ്വയെയും ലാസിമാക്കുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കും. മറുവത്ത് മാന ഇൻസാനിയത്ത് മനുഷ്യത്വം ഏടാ മുറൂഅത്തും ഇൻസാനിയത്തിന് എന്നവിടെ തഫ്സീറായിട്ട് കൊടുത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് മുറുവത്തിന് എന്തും അല്ല അർത്ഥം മനുഷ്യത്വം തഹ്മിലു അലാ മുലാസമത്തി തഖ്വ തഖ്വയെ ലാസിമാക്കണം വൽ മുറുവത്തിന്റെ മേൽ തഖ്വ വഖാഹു വഖിയൻ വവിഖായതൻ അൽ വിഖായത്തു വസ്സിയാനത്തു التقوى في اللغة الوقاية والصيانة هذا قال الفيروزابادي وقاه وقيا ووقاية صانه واتقيت الشيء تقا وتقاتا حذرته والاسم التقوى أصله تقيا قلبه للفرق بين الاسم والصفة هذا تقوى الإلهي أصله تقيا എന്നതാണ് തഖിയ യത്ഖ മനസ്സിലായില്ലേ തഖിയ അപ്പൊ തഖ്വ എന്ന് വരും. ഈ വഖാഖിൽ നിന്നുള്ളതാണെങ്കിൽ എന്തുണ്ട് മക്കാനിയ കൽബുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും. വഖായിഖി വിഖായതല്ലേ തഖ്വ അല്ലല്ലോ. തഖിയ യത്ഖ തുഖൻ അല്ലെ തഖൻ തഖ്വൻ തഖിയൻ തഖ്വ ആക്കിയതാണ്. തിരിഞ്ഞോ? ഖലബൂഹു അതിനെ അവർ എന്ത് ചെയ്തു തഖ്വല്ലിലാഹി വസിഫത്തിന്റെയും അതിന്റെയും ഇടയിൽ ഒരു വിട്ടുപിരിച്ചതാണ്. വിട്ടുപിരിക്കാൻ വേണ്ടിയിട്ടാണ് കൽബ് ചെയ്തത് ലിൽ ഫർഖി എടാ അൽ ഇസ്മു തഖ്വ അസ്ലുഹു തഖിയ. അങ്ങനെ കൂടെ എഴുതിക്കുന്ന ആൾക്കാർ ലോകത്തുകാർ ലോകത്ത് പറയണമെന്നല്ലാതെ മലക്കത്തുൻ ഫിശ്ശഖ്സി ഒരു വ്യക്തിയിലുള്ള അസമാകാനാണെന്ന പെണ്ണൻ അതാൻ്റെ അർത്ഥം. അപ്പൊ പെണ്ണുങ്ങൾ റിപ്പോർട്ട് ചെയ്യുമല്ലോ, ആണുങ്ങൾ മാത്രമാണ്. മനസ്സിലായില്ല? തഹ്മിലുഹു ആ വ്യക്തിയെ എന്ത് ചെയ്യും പ്രേരിപ്പിക്കും എന്തിന്റെ മേൽ അലാ മുലാസമത്തി തഖ്വ തഖ്വയെ ലാസിമാക്കണം എന്നതിന്റെ മേൽ പ്രേരിപ്പിക്കും. പിന്നെ വൽ മുറുവത്തി മനുഷ്യത്വത്തെ ലാസിമാക്കണം എന്നതിന്റെ മേലും പ്രേരിപ്പിക്കും. വൽ മുറാദ് ബി തഖ്വ തഖ്വ കൊണ്ട് ഇവിടെ മുറാദ് പറഞ്ഞുതരാം. തഖ്വയ്ക്ക് പലയിടത്തും പല മാനെ കൊടുക്കുക. തഖ്വ കേട്ടാ അർബഅൻ അതിനാഹോ ഇംതിസാല അവാമിരില്ലാഹി തആല ഇന്ന് മുഹജ്ജി മൗലിദിനകത്തില്ലേ അല്ലേ? ഒന്ന് ഇവിടെ പറഞ്ഞുതരാം. അദാലത്തിന്റെ തൈരീഫിൽ പറഞ്ഞ തഖ്വ എന്നാണ്. അതാ വൽമുറാദ് പറയേണ്ടി വന്ന ഇജ്തിനാബുൽ അഅമാലി സജിഅ മോശമായ പ്രവർത്തനങ്ങളൊക്കെ വെടിഞ്ഞു ദൂരത്താവുക. അല്ല എന്തിനെ തൊട്ട് മോശമായ പ്രവർത്തനം എന്തിനാൽ മിനശ്ശിർക്കി ഷിർക്കിനാൽ വൽ ഫിസ്ഖി ബഹുദൈവ ആരാധനയാൽ വൽ ഫിസ്ഖി കാപട്യത്താൽ കപടത പ്രവർത്തിക്കുക വൽ ബിദ്അത്തി അനാചാരം മോശമായ അനാചാരം. വൽ ബിദ്അത്തു ബിദ്അത്താനി എന്നുണ്ട്. മഹ്മൂദത്തുൻ വ മദ്മൂമത്തുൻ ഏട്ടാ മാവാഫക്ക ശറഅയായതാണെങ്കിൽ ശറഅനോട് യോജിച്ചുള്ളതാണെങ്കിൽ മഹ്മൂദാണ്.
അപ്പോൾ ഇതുപോലൊക്കെ ഇരുന്ന് പഠിക്കുക, പള്ളി ഉണ്ടാക്കുക, മദ്രസ ഉണ്ടാക്കുക, ഡെസ്ക് ഉണ്ടാക്കുക, ബെഞ്ച് ഉണ്ടാക്കുക. എന്നോട് ചോദിച്ചല്ലേ, അതാണെങ്കിൽ അത് വിദേഹത്താണ്, പക്ഷെ അത് മഹ്മൂദത്താണ്, മദ്മൂമത്തല്ല. അല്ല, അപ്പൊ കുല്ലു ബിദ്അത്തിൻ ളലാലത്തുൻ എന്ന് പറഞ്ഞാലോ, കുല്ലു ബിദ്അത്തിൻ മദ്മൂമത്തിൻ ളലാലത്തുൻ എന്നാണ്. അവിടുന്ന് സുഹൃത്ത് കളഞ്ഞു നോക്കണം. കാരണം വിദേഹത്തിന് രണ്ടായിട്ടുണ്ട്, മഹ്മൂദയുണ്ട്. തിരിഞ്ഞോ? മഹ്മൂദയുണ്ട്, മദ്മൂമുണ്ട്. قال الإمام الشافعي رضي الله عنه البدعة بدعتان محمودة ومذمومة فما وافق السنة فهو محمودة. അല്ല, അപ്പം മദ്മൂമത്ത് ഏതാ? മാ ലാ യുവാഫിഖു സുന്നത്ത, ചടിയോട് യോജിക്കാത്തത്. തിരിഞ്ഞോ? അപ്പോൾ കാലായതും വീണ്ടും ഇമാം ഷാഫി റഹ്മഹുല്ലാ പറഞ്ഞു, അൽ മുഹദസാത്തു ദർബാനി, പുതുതാക്കപ്പെട്ടതൊക്കെ രണ്ടായിട്ടുണ്ട്. മാ അഹദത, മാ ഒന്ന് അഹദത, ആ ഒന്നിനെ പുതുതാക്കി. എന്തായിട്ട്? യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. ഇജ്മാഅ്, അസർ, സുന്നത്ത്, കിതാബ് ഇവകളോട് എതിരായി വന്നാൽ ഫഹാദിഹിൽ ബിദ്അത്തു അദ്ദലാല. എന്താ? ഫഹാദിഹി അൽ ബിദ്അത്തു അദ്ദലാല. വമാ ഹദത മിനൽ ഖൈർ, ഒന്ന് പുതുതായി വന്നു ഖൈറിനാൽ, ലാ യുഖാലിഫു, എതിരല്ല, ഷൈഅൻ മിൻ ദാലിക് ഫഹാദിഹി മുഹദസത്തുൻ ഗൈറു മദ്മൂമത്തിൻ. എന്താ? നഖലഹു അൽ ഖസ്തലാനി അല്ല അൽ അസ്ഖലാനി ഫി ഫത്ഹിൽ ബാരി ബാബുൽ ഇഖ്തിദാ ബിസുനനി റസൂലില്ലാഹ് എന്നതിന്റെ ശറഹിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട് എന്ന്. എന്താ? അൽ ബിദ്അത്തു അസ്ലുഹാ മാ ഉഹദിത മാ ഹദത അലാ ഗൈരി മിസാലിൻ സാബിഖിൻ ഫതുത്ലഖു ഫി ശറഹി നൽകുന്നതാ ഫി മുഖാബിലി സുന്ന, സുന്നത്തിന്റെ എതിരായത്. അപ്പൊ തക്കുന് മദ്മൂമത്തൻ. എന്താ? ഇജ്തിനാബുൽ അഅമാലി സയ്യിഅ മിന ശിർക്ക് വൽ ഫിസ്ഖ് വൽ ബിദ്അ എന്ന്. മോശമായ പ്രവർത്തനം എന്ന് പറഞ്ഞതിനകത്ത് അതിന് ബയാൻ കൊടുത്തു പറഞ്ഞു. അപ്പൊ ഈ ചെറിയ പാവങ്ങളൊക്കെ അതിനകത്ത് പെടുമെന്ന് ചോദിക്കും ആൾക്കാരെ. അതിന് മറുപടി എന്താണ്? വഫിൽ ഇജ്തിനാബി അനിസ്സഗീരി, സഗീറത്തിനെ തൊട്ട് ഇജ്തിനാബ് ചെയ്യുന്നതിൽ ഉണ്ട് ഖിലാഫുണ്ട്. എന്നുപറഞ്ഞാൽ ചെയ്യണമെന്ന് ചെയ്യേണ്ടെന്നോ? അങ്ങനെയല്ല. അദാലത്ത് എന്ന ധൈര്യം ഒരാൾക്ക് കൊടുക്കാൻ, ആദിലാണെന്ന് പറയാൻ, ഒരാൾ ആദിലാണെന്ന് പറയാൻ ചെറുമ്പാവം ചെയ്യാതിരിക്കണമോ? ഒരു കൂട്ടവും ചെയ്യാതിരിക്കണം, എന്നാലേ ആദിലെന്ന് പറയുള്ളൂ. ഓരോന്നും ചെയ്താലും കുഴപ്പമില്ല, ആദിലാവുന്നതിന് തകരാറില്ല എന്നൊരു കൂട്ടം. അതാ പറഞ്ഞത്. ഞാൻ ചെറുപാവം ഒഴിവാക്കണം എല്ലാവർക്കും അറിഞ്ഞൂടെ? ഫിൽ ഇജ്തിനാബി, ചെറുപാവം ഒഴിവാക്കുന്നതിനെ തൊട്ട്, ഒഴിവാക്കുന്നതിനുണ്ട്, ഒഴിവാക്കൽ നിബന്ധനയാക്കുന്നതിനുണ്ടെന്നതിന്റെ അർത്ഥം. അനിസ്സഗീറത്തി എന്താ? തഖ്വയുടെ താരീഫ്. തഖ്വ അതെന്റെ അർത്ഥം. തഖ്വയിൽ, തഖ്വയാണല്ലേ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. ഇജ്തിനാബുൽ അഅമാലി സയ്യിഅ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിലല്ല തഖ്വ. തഖ്വയുടെ താരീഫിൽ തഖ്വ ഒരാളിൽ പോസ്റ്റ് ചെയ്യാൻ, ഒരാളിൽ ഫിറ്റ് ചെയ്യാൻ, സയ്യിആത്ത് എന്നതിനകത്ത് ചെറുപാവങ്ങൾ പെടുമോ പെടില്ലേ? ചെറുപാവങ്ങളെ തൊട്ടും ഒഴിവാക്കിയാലേ അയാൾ മുത്തഖി എന്ന് പറയാൻ പറ്റുമോ?
മനസ്സിലായില്ല? അതിൽ ഖിലാഫുൻ വൽ മുഖ്താർ. മുഖ്താർ അത് മിസ്തിറാത്തിഹി, ചെറുപാവങ്ങൾക്ക് മനുഷ്യന്മാരായി ഉണ്ടായിപ്പോവും. അന്ന് മനുഷ്യ കഴിവിന് അപ്പുറമാണ്. മനസ്സിലായേ? പിന്നെ കാട്ടിൽ പോയി താമസിക്കേണ്ടി വരും. അങ്ങനെ തന്നെ തിരിഞ്ഞോ? ഈ ഖുറൂജിഹി, അത് പുറപ്പെട്ടതിന് വേണ്ടി അനിത്തോക്ക അവന്റെ കഴിവിനൊക്കെ പുറപ്പെട്ടു. അല്ല ചെറുഭാവം തന്നെ ഡെയിലി ചെയ്യാൻ ചെയ്താലോ? വല്ലപ്പോഴൊക്കെ ഒരു ചെറുഭാവം ആൾക്കാർ സംഭവിച്ചു, അത് ശരിയാ. അത് നിരന്തരമായാലോ അത് പറ്റില്ല. അല്ല ഇല്ലൽ ഇസ്റാറു അലൈഹ, ചെറുഭാവത്തിന്റെ മേലെ നിരന്തരമാകലൊഴിച്ച് നിരന്തരമാവുക എന്നുള്ളതിനെ ഒഴിവാക്കണം. തഖ്വ എന്ന പേര് അയാൾക്ക് ഫിറ്റാവണമെങ്കിൽ അതിലാർക്കും കുഴപ്പമില്ല. ചെറുഭാവത്തിനെ തൊട്ട് നിരന്തരമായും ചെറുഭാവം ചെയ്യുന്നവന് മുത്തഖി എന്ന് പറഞ്ഞുകൂടാ. വല്ലപ്പോഴൊക്കെ ഒരു ചെറുഭാവം സംഭവിച്ചു പോകും, മനുഷ്യന്മാരല്ലേ. അപ്പൊ അയാൾക്ക് തഖ്വ എന്നത് ഫിറ്റാവൂല്ലേ? ഒരു കൂട്ടം ഫിറ്റാവൂലെന്ന് ഒരു കുഴപ്പമില്ല, ഫിറ്റാവുന്ന പറഞ്ഞു. മനസ്സിലായില്ലേ? അതാ പറഞ്ഞതിന്റെ അർത്ഥം. കൗനിഹി, ആ ചെറുഭാവത്തിന്റെ മേലുള്ള ഇസ്റാർ ആയതിന് വേണ്ടി കബീറത്താൻ, അത് കബീറത്താണ്. അല്ലോ കബീറത്ത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ കിതാബിനകത്ത്. 10, 25, 32 കബീറത്ത് എണ്ണയില്ലേ ജമ്മല് കേട്ടാ. അൽ മുറാദ് ബിൽ മുറുവത്ത്. ഇനി മുറുവത്ത് എന്ന സാധനം എന്തോന്നു? മനുഷ്യത്വം. എന്താ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയാനാ. ഇതെല്ലാം അദാലത്തിന്റെ തരീഫിൽ വരുന്നതാണ് ഇല്ല? ഇതെല്ലാം അദാലത്തിന്റെ സഹീഹ് പറഞ്ഞപ്പോ അവിടെ സഹീഹിന്റെ തരീഫിൽ വരുന്നതാണ്. സഹീഹ് എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് അവിടെ നിന്നല്ലേ പോരുന്നേ. മാക്കബുലായിട്ട് ബന്ധമില്ലാതെ ഓതികളല്ലേ? അല്ല ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെയായാൽ എത്തിക്കപ്പെടുകയാണെങ്കിൽ അല്ല വജിഹിൽ കമാൽ, അദാലത്ത്, ദബത്ത്, ബാക്കിയുള്ളതൊക്കെ ആ അദാലത്തിൽ നിന്നുള്ളതാണ്. അദാലത്തിൽ നിന്ന് പിന്നെ വന്നതാണ് ഇത്. ഏത് അദാലത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്? മലക്കത്ത് അല്ല. അപ്പൊ അദാലത്തിന്റെ തരീബിൽ വന്ന തഖ്വയെ മുലാസമാക്കുന്നതിന്റെ മേ പ്രേരിപ്പിക്കുന്ന ഒരു മലക്ക. അങ്ങനെ വന്നപ്പോ പിന്നെ തഖ്വ എന്താണെന്ന് പറയേണ്ടി വന്നു, മുറുവത്ത് എന്താണെന്ന് പറയേണ്ടി വന്നു. അങ്ങനെയാണ് പോകുന്നത്. ആ കൊല്ലോട്ട് ബന്ധമില്ലാതെ അത് ശരിയാവില്ല. വൽ മുറാദ് ബിത്തഖ്വ ഇജ്തിനാബുൽ അഅമാലി സയ്യിഅ മിനശ് ശിർക്ക് വൽ ഫിസ്ഖ് വൽ ബിദ്അ. അപ്പൊ അവിടെ സയ്യത്ത് എന്ന് പറഞ്ഞു. സയ്യത്തിന് കുറെ കാര്യം പറയും. അപ്പൊ അതിൽ ആ ബയാനിനാൽ വന്നതാണ്. വെറും അസയ്യത്ത് എന്ന് പറഞ്ഞാൽ എല്ലാതിനകത്ത് പഠിച്ചങ്ങ് പോകാം. ചെറുത് വലുത് ഭേദമന്യേ, ശിർക്ക് വേറൊരു ശിർക്ക് ഭേദമന്യേ എല്ലാം പറഞ്ഞങ്ങ് പോകാം. പക്ഷെ ആ ബയാൻ പറഞ്ഞപ്പം പിന്നെന്ത് ചെയ്തു? വേണ്ടാ മഫിലി ജിത്തിനാബി അനി സഗീറത്തി ഖിലാഫുൻ വൽ മുഖ്താർ അദം ഇസ്തിറാത്തിഹി ലിഖുറൂജി അനി ത്വാഖ. എന്താ മുത്താഖത്തിൽ ബശരിയാണ് എന്ന് ചില വ്യക്തികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതതിന്റെ അർത്ഥം. ഇല്ലെന്റെ അമ്പിയാവു അല്ല ഞാനും മഅസൂമൂന അങ്ങനൊക്കെ തന്നെ നസ്ബിയാവുന്ന വാക്ക് കൊടുത്ത് നമ്മൾ കൂട്ടി കൊടുത്താൽ എന്നൽ ഇൻസാന ലാ യതീഖു ലാ യസ്തതിഉ അൻ യജ്തനിബ അൻ ജമീഇ സഗായിരി ആദത്തൻ. എല്ലാ സഗീറത്തും ഹലേറുകളും ഒഴിവാവുക എന്നുള്ളത് മുറാദ് ബിൽ മുറുവത്ത് അല്ല, മുറുവത്ത് കൊണ്ടുള്ള മുറാദ് അത്തനസ്സുഹു ഒഴിവാകലാണ്. അൻ ബഅദിൽ ഖസായിസി താന്ന ചില സംഗതികളെ തൊട്ട്, നഖായിസി ന്യൂനതയുള്ള താന്ന കുറെ സംഗതികളെ തൊട്ട്.
വല്ലത്തി എങ്ങനത്തെ നഖായിസും ന്യൂനതയുമാണ് ഖിലാഫ് മുഖ്തദൽ ഹിമ്മ, മുഖ്തദൽ ഹിമ്മത്തിനെതിരാണ് അത്. അല്ല, മനോധൈര്യം സിദ്ധാന്തിക്കുന്നതിനെതിരാണ്. മനോധൈര്യം എപ്പോഴും പറയും ഒന്നും ചെയ്യല്ലേന്ന്, അതിനെതിരെ കാട്ടികളെ ആൾക്കാർ. അദാലത്തിന്റെ തരീബിൽ പറഞ്ഞ മുറുവത്ത് കൊണ്ടുള്ള മുറാദ് അത്തനസ്സുഹു, തനസ്സുഹു അത്തബാഉദു അത്തജന്നുബു അൻ ബഅദിൽ ഖസാഇസി, താന പ്രവർത്തനങ്ങൾ, നിസാര പ്രവർത്തനങ്ങൾ, വന്നഖായിസ് തീരുമാനിക്കാൻ തന്നെയാണ് തഫ്സീറാക്കി വെച്ചുകൊടുത്താൽ. ആ സംഗതികളൊക്കെ മനുഷ്യന്മാര്, നല്ല മനുഷ്യന്മാര്, അയ്യേ ആ മൗലാർ എന്താ കാട്ടിയത്, കട കയറി നാണയങ്ങളും കുടിക്കണം, നിന്നോണ്ട് കുടിക്കുക. അപ്പൊ നമ്മൾ കാണുന്നത് എന്താ മൗലാർ നിന്ന് കുടിക്കും, അല്ലെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നു, ആ ചങ്ങായിട്ടുണ്ട് ഇടത് കൈകൊണ്ട് കുടിക്കുന്നു. മനസ്സിലായി തിരിഞ്ഞോ? അങ്ങനെ താന്ന പ്രവർത്തനങ്ങൾ നിസാരമായ വളരെ താന്ന അല്ലത്തി ഹുവ ഖിലാഫ് മുഖ്തദൽ ഹിമ്മ, ഹിമ്മ ഹമ്മ എന്നൊക്കെ പറയും. ഹുവ മാ ഹുമ്മ ബിഹി മിൻ അംരിൻ ലിയുഫഅല, അതാണ് ഹിമ്മ. അതിന് പ്രവർത്തിക്കാൻ കരുതപ്പെടുന്നത്. തിരിഞ്ഞോ? പ്രവർത്തിക്കാൻ കരുതപ്പെടൽ എങ്ങനെ ആയിരിക്കണം? ഇത് പ്രവൃത്തിയല്ലേ, ഞാനൊരു മുക്കല്ലബല്ലേ, ഞാനൊരു മോഹൻലാലാണ്. മോഹൻലാരാമൻ ചട്ടി തൊപ്പിയിട്ടുകൊണ്ട് നടന്നുകൂടാ, മോഹൻലാരാമൻ ഫാൻസും എണ്ണാച്ചിമാരെ കുപ്പായിട്ടുണ്ട് നടന്നുകൂടാ. അത് താഴ്ന്ന പണിയാണ്. അതെന്റെ മനസ്സിലായേ? ഞാനൊരു മോഹൻലാലാണ്, അന്യ പെണ്ണുങ്ങൾ നോക്കിക്കൂടാ, അന്യ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ് നടത്തിക്കൂടാ. എന്താ അസന എത്ര പെണ്ണുങ്ങളോടെ ചാറ്റിങ് നടത്തുന്നത്? ഇല്ല, ഫോൺ തന്നെ ഇല്ല കയ്യിലല്ലേ? അതോ മഖ്സൂദ എത്ര കൂട്ടുകാരുണ്ട്? അതിനകത്ത് എങ്ങനെ കാണാൻ ഇതിന് എത്ര കൂട്ടുകാരുണ്ട് അല്ലേ? ഈ ഇതിനകത്തിന് പേര് ഫേസ്ബുക്കിൽ ഇത്ര കൂട്ടുകാർ എന്നൊക്കെ എഴുതിയേക്കുന്നതാണ്. അതിനകത്ത് എങ്ങനെ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത് എനിക്കെന്താ അറിയണ്ട, ചുമ്മാ വേറെ പണിയില്ല. മുഖ്തദൽ ഹിമ്മത്തി വൽ മുറുവത്തിന്, മനുഷ്യത്വത്തിന് എതിരാകുന്ന ഏതുപോലെ മിസ്ലു ബഅദിൽ മുബാഹാത്തി, തിരിച്ചും കൂടിയൊക്കെ അനുവാദം തന്നെയാണ്. തിന്നാൻ കുടിക്കാതൊക്കെ കുഴപ്പമില്ല. അത് അങ്ങാടിയിൽ നിന്നാകരുത്, കാഫിന്റെ കടയിൽ നിന്നാകരുത്, വൃത്തിയില്ലാത്തവന്റെ കടയിൽ നിന്നാകരുത്. അത് നമുക്ക് പറ്റിയല്ല. അതന്നെ തിരിച്ചും കൂടിയൊക്കെ നമുക്ക് പറ്റിയ തന്നെയാണ്. പക്ഷേ മൂത്രമൊഴിക്കല് അതുപോലെ അവിടെ പോയിരുന്നു, മൂത്രമൊഴിച്ചു, ആ റോഡിൽ പോയിരുന്നു, അയ്യേ എന്ത് പണിയാ, ആൾക്കാരെന്തോ പറയും, മനുഷ്യന്മാരെ കണ്ട എന്തോ പറയും ജനങ്ങൾ കണ്ടാ എന്നതൊക്കെയാണ്. മിത്ലു ബഅദിൽ മുബാഹാത്തി ദനിയത്തി കല്ലഅക്ലി വശുർബി ഫിസ്സൂഖ് വൽബൗലി ഫിത്ത്വരീഖ് വഅംസാലു ദാലിക, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. തമാശയിൽ വല്ലാതെ തമാശ കളിക്കുന്നവർ, കല്ലിഫ്റാത്തി ഫിൽ മിസാഹ് കണ്ടാ, മുമാറസത്തിൽ ഹർഫി ദനിയ, താന ജോലികളുമായിക്കൊണ്ട് കണ്ടാ പരിശീലനം ഉണ്ടാക്കുക. അതൊന്നും നല്ലതല്ല. എമ്പകയുലമ എടാ. അപ്പൊ ഇവിടെ ഇപ്പൊ ഷഹാദത്തും ഉണ്ട്, റിവായത്തും ഉണ്ട്. റിവായത്തിന്റെ അതിനും ഷഹാദത്തിന്റെ അതിനും തമ്മിൽ അല്പ വ്യത്യാസമുണ്ട്. ഷഹാദത്താകുമ്പം ഹുർറാകണം, മനസ്സിലായില്ല? റിവായത്താകുമ്പം ഹുർരിയത്ത് വേണ്ട എന്ന് പറയും കേട്ടാ. അങ്ങനെ വന്നപ്പോ പിന്നെ ഒരു ചർച്ച